പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ 3rd ലെസൺ എ പീസ് ഓഫ് സ്ട്രിംഗ്. ഈ ലെസൺ വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. സുപ്രസിദ്ധ ഫ്രഞ്ച് റൈറ്റർ ഗീ ഡെ മോപ്പസാന്റ് രചിച്ച ഹൃദയസ്പർശിയായ ഒരു സ്റ്റോറിയാണിത്. നമുക്കാദ്യം റൈറ്ററെ ഒന്ന് പരിചയപ്പെടാം. എബൌട്ട് ദി ഓഥർ. ഗീ ഡെ മോപ്പസാന്റ്, born in 1850 and died in 1893, was a French author celebrated as a master of the short story. 1850 ജനിച്ച് 1893 മരണപ്പെട്ട ഗീ ഡെ മോപ്പസാന്റ് ഒരു ഫ്രഞ്ച് ഓഥർ ആയിരുന്നു. മാസ്റ്റർ ഓഫ് ഷോർട്ട് സ്റ്റോറി, ചെറുകഥകളുടെ മാസ്റ്റർ, ചെറുകഥ സാഹിത്യ മേഖലയിലെ അധികായൻ എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ഏറെ അറിയപ്പെട്ടിരുന്നത്, ആഘോഷിക്കപ്പെട്ടിരുന്നത്. He has written over 300 ഷോർട്ട് സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെതായി 300-ലധികം ഷോർട്ട് സ്റ്റോറികളുണ്ട്. 6 നോവൽസ്, 6 നോവലുകളും 3 ട്രാവൽ ബുക്സ് ആൻഡ് എ വോള്യൂം ഓഫ് വേർഡ്സ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. 3 ട്രാവൽ ബുക്സ്, കവിതാ സമാഹാരം, എ വോള്യൂം ഓഫ് വേർഡ്സ്. Maupassant was the subject of one of Leo Tolstoy's essays on art, The Works of Guy de Maupassant. ലിയോ ടോൾസ്റ്റോയുടെ ലേഖനങ്ങളിൽ ഒന്നിന്റെ വിഷയം പോലും മോപ്പസാന്റ് കൃതികളായിരുന്നു. ദ വർക്ക്സ് ഓഫ് ഗീ ഡെ മോപ്പസാന്റ് എന്നായിരുന്നു ടോൾസ്റ്റോയ് എസ്സേകളിൽ ഒരെണ്ണത്തിന്റെ സബ്ജക്റ്റ് പോലും. അത്രത്തോളം പ്രസിദ്ധനായിരുന്നു. ദ ഡയമണ്ട് നെക്ലേസ് ഈസ് വൺ ഓഫ് മോപ്പസാന്റ്സ് ബെസ്റ്റ് നോൺ സ്റ്റോറീസ്. മോപ്പസാന്റ് ചെറുകഥകളിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ ഡയമണ്ട് നെക്ലേസ് എന്നുള്ളത്. Now let's read and reflect. The story War reveals how war shatters the hearts of the affected families. യുദ്ധക്കെടുതികൾ ബാധിച്ച കുടുംബാംഗങ്ങളെ, അവരുടെ ഹൃദയങ്ങളെ ഏതൊക്കെ രീതിയിൽ യുദ്ധം തകർക്കുന്നു എന്ന് വാർ എന്ന സ്റ്റോറി നമുക്ക് മുമ്പിൽ വെളിവാക്കി തന്നു. Now think about how it would feel to be misunderstood or wrongly judged. ഒരാൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ആ തെറ്റിദ്ധാരണയുടെ പേരിൽ യാഥാർത്ഥ്യം ഒട്ടുമില്ലാതെ അയാൾ കുറ്റവാളിയാണെന്ന് വിധിക്കപ്പെടുന്നു. അത്തരമൊരു ഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തായിരിക്കും തോന്നുക? അയാളുടെ മാനസിക വികാരം എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഹൗ വുഡ് യു റിയാക്ട് ഇഫ് യുവർ ഓണസ്റ്റി ഈസ് ക്വസ്റ്റ്യൻഡ്? നിങ്ങളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ലെറ്റ്സ് റീഡ് എ പീസ് ഓഫ് സ്ട്രിംഗ് ബൈ ഗീ ഡെ മോപ്പസാന്റ്, a story that depicts the pain of being falsely accused. ഫ്രഞ്ച് റൈറ്റർ ഗീ ഡെ മോപ്പസാന്റ് രചിച്ച എ പീസ് ഓഫ് സ്ട്രിംഗ് എന്ന കഥ നമുക്ക് വായിക്കാം. ആ കഥ നമുക്ക് മുമ്പിൽ ഫാൾസ്ലി അക്യൂസ്ഡ്, തെറ്റായി കുറ്റം ആരോപിക്കപ്പെട്ട് കുറ്റം വിധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പെയിൻ, മാനസിക വ്യതകളെ നമുക്ക് മുമ്പിൽ ഡെപിക്സ്, ഈ കഥ വരച്ചു കാണിക്കുന്നു. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി. A piece of string, ഒരു കഷ്ണം കയറ്. Along all the roads around Goderville, the peasants and their wives were coming to the town. Goderville ടൗണിന് ചുറ്റുവട്ടത്തുമുള്ള എല്ലാ റോഡുകളിലൂടെയും വഴികളിലൂടെയും കർഷകരും അവരുടെ ഭാര്യമാരും ആ ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Peasants, farmers, because it was market day, കാരണം അന്ന് ചന്ത ദിവസമായിരുന്നു. Some led a cow or a calf by a cart. ചില കർഷകരൊക്കെ ഒരു പശുവിനെയോ അതിൻ്റെ പശുക്കുട്ടിയെയോ കാഫ് ബൈ എ കോട്ട്, കയറിൽ കെട്ടി ആ ചന്തയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചില കർഷകർ. ആൻഡ് ദെയർ വൈഫ്സ് വാക്കിംഗ് ബിഹൈൻഡ് ദി ആനിമൽ. അങ്ങനെ വരുന്ന കർഷകരുടെ, മൃഗങ്ങളുമായി ചന്തയിലേക്ക് വരുന്ന കർഷകരുടെ ഭാര്യമാർ ആ മൃഗത്തിന്റെ പിന്നാലെയും നടക്കുന്നുണ്ടായിരുന്നു. വിപ്ഡ് ഇറ്റ് വിത്ത് എ ലീഫി ബ്രാഞ്ച് ടു ഹേസ്റ്റൺ ഇറ്റ്സ് പ്രോഗ്രസ്. ആ മൃഗത്തെ വേഗം കൂട്ടാൻ, അതിൻ്റെ നടത്തത്തിന് വേഗത കൂട്ടാൻ ലീഫി ബ്രാഞ്ച്, ഏതെങ്കിലും മരത്തിൽ നിന്ന് ഒടിച്ച ഇലകളോട് കൂടിയ കമ്പ് കൊണ്ട് വിപ്റ്റ്, അടിച്ചുകൊണ്ട് അതിനെ തെളിച്ചുകൊണ്ട് ആ മൃഗത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാര്യമാർ പിറകെയും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ചില കർഷകരൊക്കെ ചന്തയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇൻ ദ പബ്ലിക് സ്ക്വയർ ഓഫ് ഗോഡർവീൽ, ഗോഡർവീൽ ടൗണിന്റെ പബ്ലിക് സ്ക്വയർ, അതിന്റെ തുറസായ ഒരു ഓപ്പൺ ഏരിയ സ്ഥലത്ത്, എന്ന് വെച്ചാൽ ചന്ത കൂടുന്ന ആ ഓപ്പൺ ഗ്രൗണ്ടിൽ, there was a crowd, നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു, നല്ല ജനക്കൂട്ടമുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. എ throng of human beings and animals,
ഒരു കൂട്ടം ജനങ്ങളും മൃഗങ്ങളും എല്ലാം ഒത്തുകൂടുന്ന ഒരു ചന്തയായിരുന്നു, നല്ല തിരക്കുമായിരുന്നു. ത്രോങ് ഗ്രൂപ്പ്. ഹോഷ്കോം ഹാഡ് ജസ്റ്റ് അറൈവ്ഡ് ഗോർഡർവിൽ. ഹോഷ്കോം എന്ന ഒരു കർഷകൻ, ഒരു പെസന്റ്, ഗോർഡർവിൽ ടൗണിൽ എത്തിച്ചേർന്നു. ആൻഡ് ഹി വാസ് വാക്കിംഗ് ടുവാർഡ്സ് ദ പബ്ലിക് സ്ക്വയർ. അദ്ദേഹം ടൗണിലെ ചന്തയിലേക്ക് നേരെ നടക്കുകയായിരുന്നു. Then he saw a little piece of string on the ground. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് റോഡിൽ, വഴിയിൽ ഒരു കഷ്ണം കയറ് കിടക്കുന്നത് കണ്ടത്. He thought that everything useful ought to be picked up. അദ്ദേഹത്തിന്റെ ചിന്താവിശ്വാസം ഉപകാരമുള്ള എന്ത് കണ്ടാലും എടുത്തു വെക്കണം എന്നായിരുന്നു. He took the bit of thin cord from the ground. അതുകൊണ്ട് തന്നെ ആ വണ്ണം കുറഞ്ഞ വളരെ ചെറിയ കോർഡ്, സ്ട്രിങ്, ആ ചരട് അല്ലെങ്കിൽ കയറ് അദ്ദേഹം തറയിൽ നിന്നും കുനിഞ്ഞെടുത്തു. ആൻഡ് ബിഗാൻ ടു റോൾ ഇറ്റ് കെയർഫുള്ളി. എന്നിട്ട് ശ്രദ്ധയോടുകൂടി അത് ചുരുട്ടിക്കൂട്ടാനും തുടങ്ങി. Then he noticed Valentine. അപ്പോഴാണ് അദ്ദേഹം വാലന്റൈൻ എന്നുള്ള വ്യക്തിയെ ശ്രദ്ധിച്ചത്. ഓൺ ദ ത്രെഷോൾഡ് ഓഫ് ഹിസ് ഡോർ. അദ്ദേഹത്തിന്റെ വാതിൽപ്പടിയിൽ നിൽക്കുകയായിരുന്നു. ത്രെഷോൾഡ്, എൻട്രൻസ് ഓർ ഡോർ സ്റ്റെപ്പ്, വാതിൽപ്പടി, പ്രവേശന കവാടം. അദ്ദേഹത്തിന്റെ കടയുടെ അല്ലെങ്കിൽ വീടിന്റെ വാതിൽപ്പടിയിൽ തന്നെ നിൽക്കുകയായിരുന്നു വാലന്റൈൻ എന്ന വ്യക്തി. ലുക്കിംഗ് അറ്റ് ഹിം. വാലന്റൈൻ എന്നാൽ ഇദ്ദേഹത്തെ നോക്കി നിൽക്കുകയായിരുന്നു. They were on bad terms. ഇവർ രണ്ടുപേരും അത്ര സുഖത്തിലായിരുന്നില്ല, അവർ ശത്രുതയിലായിരുന്നു. ബാഡ് ടേംസ് മീൻസ് അൺഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. അല്പം സൗഹൃദമല്ലാത്ത, അല്പം ദേഷ്യവും വഴക്കുമൊക്കെയുള്ള ഒരു അല്പം ശത്രുതയുള്ള ഒരു ബന്ധമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. വിത്ത് ഈച്ച് അതർ, പരസ്പരം. ഹോഷ്കോം വാസ് സീസ്ഡ് വിത്ത് ഷെയിം ടു ബി സീൻ ദസ് ബൈ ഹിസ് എനിമി. തന്റെ ശത്രുവായിരിക്കുന്ന വാലന്റൈൻ താൻ എന്തോ പെറുക്കിയെടുക്കുന്നത് കണ്ടതിൽ ഹോഷ്കോമിന് അല്പം നാണം തോന്നി. ഹി വാസ് സീസ്ഡ് വിത്ത് ഷെയിം. അല്പം ലജ്ജ അദ്ദേഹത്തെ പിടിപെട്ടു എന്നർത്ഥം. ഈ കൺസീൽഡ് ഹിസ് ഫൈൻഡ്. താൻ കണ്ടെത്തിയെടുത്ത ആ വസ്തു അദ്ദേഹം അതുകൊണ്ട് തന്നെ കൺസീൽഡ്, ഹിറ്റ്, മറച്ചു പിടിച്ചു. ക്വിക്ലി, വളരെ പൊടുന്നനെ. ഇൻ ഹിസ് ട്രൗസേഴ്സ് പോക്കറ്റ്. താൻ അണിഞ്ഞിരിക്കുന്ന ആ പാൻസ്, ട്രൗസേഴ്സ് ഹിയർ മീൻസ് പാൻസ്, അതിന്റെ പോക്കറ്റിലേക്ക് അത് ഒളിപ്പിച്ചു വെച്ചു, വാലന്റൈൻ കാണാത്ത വിധം. He pretended to be looking on the ground for something else. എന്നിട്ട് അദ്ദേഹം തറയിൽ എന്തോ ഒന്ന് തിരയുന്ന പോലെ അഭിനയിച്ചു നിന്നു. Then he went toward the market. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ഒന്നും സംഭവിക്കാത്ത പോലെ മാർക്കറ്റിലേക്ക് നടന്നു പോവുകയും ചെയ്തു. He was soon lost in the noisy crowd. ചന്തയിലേക്ക് പോയ ഹോഷ്കോം വളരെ വേഗം ജനക്കൂട്ടത്തിൽ മറഞ്ഞു. നല്ല തിരക്കായിരുന്നു. അദ്ദേഹം ആ ജനക്കൂട്ടത്തിൽ അദ്ദേഹത്തെ പിന്നെ കാണാതെയായി. സോൺ ദ സ്ക്വയർ വാസ് ഡെസേർട്ടഡ്. വലിയ താമസമില്ലാതെ തന്നെ ചന്തയിൽ നിന്നും ആളുകൾ പിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. സ്ക്വയർ, ആ തുറസായ സ്ഥലം, ഡെസേർട്ടഡ്, വിജനമായി തുടങ്ങി. തിരക്ക് കുറഞ്ഞു. അറ്റ് ദ ടാവേൺ. എന്നാൽ ആ ടൗണിൽ ഒരു ടാവേൺ, ഒരു സ്മോൾ പബ്, ഒരു ഭക്ഷണശാല, സ്മോൾ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. സത്രം, പബ് എന്നൊക്കെയാണ് ടാവേൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ദ ഗ്രേറ്റ് ഹാൾ വാസ് ഫുൾ ഓഫ് പീപ്പിൾ ഈറ്റിംഗ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ വലിയ ഹാളിൽ നല്ല തിരക്കായിരുന്നു. ജനങ്ങൾ അവിടെ ഒത്തുകൂടി ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആൻ അപ്പിറ്റൈസിങ് ഓർഡർ ഓഫ് റോസ്റ്റ് മീറ്റ്. ചുട്ടെടുക്കുന്ന മാംസത്തിൻ്റെ വായിൽ വെള്ളം നിറക്കുന്ന തരത്തിലുള്ള, നമ്മുടെ വിശപ്പ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സ്മെല്ല് അവിടെ ആകെ പരന്നു നിന്നിരുന്നു. അപ്പിറ്റൈസിങ് മീൻസ് എ സ്മെൽ ദാറ്റ് മേക്സ് അസ് ഈഗർ ടു ഈറ്റ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആർത്തി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഓർഡർ, സ്മെൽ. പൊരിച്ചെടുക്കുന്ന, ചുട്ടെടുക്കുന്ന റോസ്റ്റ് മീറ്റ്, അതിൻ്റെ ഗന്ധമായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ആ ഗന്ധം റോസ് ഫ്രം ദ ഹേർട്സ്. ഭക്ഷണം ചുട്ടെടുക്കുന്ന ഫയർ പ്ലേസ്, അടുപ്പിൽ നിന്ന്, അതല്ലെങ്കിൽ കനലിൽ ഭക്ഷണം ചുട്ടെടുക്കുന്ന ആ ഫയർ പ്ലേസിൽ നിന്ന് ഉയരുന്ന ഗന്ധമായിരുന്നത്. വിച്ച് മെയ്ഡ് എവരിബഡീസ് മൗത്ത് വാട്ടർ. ആ ഗന്ധം എല്ലാവരുടെയും വായിൽ വെള്ളം നിറച്ചു. ദ ഡിഷസ് were passed and emptied. പലതരത്തിലുമുള്ള ഭക്ഷണങ്ങൾ ആളുകളിലേക്ക് എത്തുന്നു. അരെംറ്റീഡ്, അതിവേഗം കാലിയാക്കുന്നു. ആസ് were the jugs of cider. അതുപോലെ തന്നെയായിരുന്നു ഡ്രിങ്ക്സും. സിഡർ മീൻസ് ഡ്രിങ്ക് മെയ്ഡ് ഫ്രം ആപ്പിൾ ജ്യൂസ്. ആപ്പിളിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിൾ ജ്യൂസിൽ നിന്ന് എടുക്കുന്ന ഒരു തരം ഡ്രിങ്ക്, ഒരു വൈൻ പോലെ. അതിൻ്റെ ജഗ്ഗും അതിവേഗം കാലിയായിക്കൊണ്ടിരിക്കുന്നു. ദ പെസൻസ് ഡിസ്കസ് ദ ക്രോപ്സ്. അവിടെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കർഷകരൊക്കെ ആ വർഷത്തെ ക്രോപ്സ്, വിളകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു.
ആൻഡ് ദ പേർച്ചേസേഴ്സ് ആൻഡ് സെയിൽസ്. അന്നത്തെ ചന്തയിൽ അവർ വിറ്റതും വാങ്ങിയതും ഒക്കെയായിരുന്നു അവരുടെ ചർച്ച. ദ വെദർ വാസ് ഫേവറബിൾ ഫോർ ദ ഗ്രീൻ തിങ്സ്. ആ വർഷത്തെ കാലാവസ്ഥ ഗ്രീൻ തിങ്സ്, ലീഫി ഗ്രീൻ പ്ലാന്റ്സ് ഓർ വെജിറ്റബിൾ, പച്ചക്കറി, മറ്റ് ഇലവർഗത്തിലുള്ള കൃഷി, അതിനൊക്കെയായിരുന്നു ആ വർഷത്തെ കാലാവസ്ഥ അനുകൂലം എന്നൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് നോട്ട് ഫോർ ദ വീറ്റ്. ഗോതമ്പ് കൃഷിക്ക് കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചർച്ചയുമായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ നടന്നിരുന്നത്. സഡൻലി ദ ഡ്രം ബീറ്റ് ഇൻ ദ കോർട്ട് യാർഡ് ഔട്ട്സൈഡ് ദ ടാവൺ. വളരെ പെട്ടെന്നാണ് ആ ടാവൺ റെസ്റ്റോറൻറ്റിന്റെ പുറത്ത് മുറ്റത്ത് ഒരു ചെണ്ട ശബ്ദം, ഡ്രം ശബ്ദം മുഴങ്ങിയത്. എവരിബഡി റോസ് എക്സെപ്റ്റ് എ ഫ്യൂ. എല്ലാവരും അങ്ങോട്ട് ഓടിപ്പോയി, കുറച്ചാളുകൾ മാത്രം അവിടെ ഇരുന്നു. ആൻഡ് റാൻ ടു ദ ഡോർ ഓർ ടു ദ വിൻഡോസ്. വാതിൽക്കലേക്കും ജനലിന്റെ അരികേക്കുമൊക്കെ ആളുകൾ ഓടിച്ചെന്നു. ദെയർ മൗത്ത്സ് സ്റ്റിൽ ഫുൾ. പലരും ഭക്ഷണം വായിലിട്ടുകൊണ്ട് തന്നെയാണ് എന്താണിതെന്ന് അറിയാൻ വേണ്ടി വാതിലിലും ജനലിലേക്കുമൊക്കെ ഓടിപ്പോയത്. ആഫ്റ്റർ ദ പബ്ലിക് ക്രയർ ഹാഡ് സീസ്ഡ് ഹിസ് ഡ്രം ബീറ്റിംഗ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പബ്ലിക് ക്രയർ അഥവാ ഒരു അനൗൺസർ എന്തോ ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ആ പബ്ലിക് അനൗൺസർ അദ്ദേഹത്തിന്റെ ഡ്രം ബീറ്റിംഗ് അവസാനിപ്പിച്ചുകൊണ്ട് ഹി കാൾഡ് ഔട്ട് ഇൻ എ ജേർക്കി വോയിസ്. അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്ക് നേരെ ഉയർന്ന ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ, അല്പം വൈബ്രേഷൻ അല്ലെങ്കിൽ ഷിവറിങ്, ഒരു വിറയാർന്ന അതല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് ശബ്ദത്തിൽ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദിസ് ഇസ് ഹിയർ ബൈ മെയ്ഡ് നോൺ ടു ദ ഇൻഹാബിറ്റൻസ് ഓഫ് ഗോഡർവിൽ. ഇതുവഴി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ചുറ്റുവട്ടത്തൊക്കെ ജീവിക്കുന്ന, ഇവിടെ താമസക്കാരായ, ഗോഡർവിൽ ടൗണിൽ താമസക്കാരായ ആളുകളെ ഇതാ വിവരമറിയിക്കുന്നു. ആൻഡ് ടു ഓൾ പേഴ്സൺസ് പ്രസന്റ് അറ്റ് ദ മാർക്കറ്റ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മാർക്കറ്റിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആളുകളിലേക്കും ഞാൻ വിവരം എത്തിക്കുന്നു എന്നാണ് അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ദ വാസ് ലോസ്റ്റ് ദിസ് മോർണിംഗ് ഓൺ ദ റോഡ്. ഇന്ന് പുലർച്ചെ ഇവിടെ ഈ ചന്തയിൽ, ഈ വഴിയിൽ, റോഡിൽ എവിടെയോ ഒരു വസ്തു നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിറ്റ്വീൻ 9 and 10 o'clock. 9-ന്റെയും 10-ന്റെയും ഇടക്ക്, 9 മണിയുടെയും 10 മണിക്കും ഇടയിൽ ഇന്ന് ഈ ചന്തയിൽ വഴിയിൽ എവിടെയോ ഒരു പ്രധാനപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ഞാൻ ആ വിവരം അറിയിക്കുകയാണ് എന്നാണ് അനൗൺസർ പറയുന്നത്. എന്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? എ ബ്ലാക്ക് ലെതർ പോക്കറ്റ് ബുക്ക് കണ്ടെയ്നിങ് 500 francs ആൻഡ് സം ബിസിനസ് പേപ്പേഴ്സ്. ഒരു പോക്കറ്റ് ബുക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ലെതർ കൊണ്ട് ഉണ്ടാക്കിയ. അതിൽ 500 ഫ്രാങ്ക്, ഫ്രഞ്ച് കറൻസിയാണ്, 500 ഫ്രാങ്ക്സും അതോടൊപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് സം ബിസിനസ് പേപ്പേഴ്സ്, ചില ബിസിനസ് പേപ്പറുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു അനൗൺസ്മെന്റ്. ദ ഫൈൻഡർ ഈസ് റിക്വസ്റ്റഡ് ടു റിട്ടേൺ ദ സെയിം വിത്ത് ഓൾ ഹേസ്റ്റ് ടു ദ മേയേഴ്സ് ഓഫീസ്. ഇതാരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ആ ഫൈൻഡർ അത് എത്രയും പെട്ടെന്ന് വിത്ത് ഓൾ ഹേസ്റ്റ്, അതിവേഗം, ധൃതിയിൽ തന്നെ അത് തിരിച്ചേൽപ്പിക്കണം ടു ദ മേയേഴ്സ് ഓഫീസ്. മേയറുടെ, പട്ടണത്തിലെ മേയറുടെ ഓഫീസിൽ അത് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നു. ദർ വിൽ ബി 20 francs റിവാർഡ്. അങ്ങനെ ഈ നഷ്ടപ്പെട്ട പോക്കറ്റ് ബുക്ക് തിരിച്ചേൽപ്പിക്കുന്ന ആൾക്ക് 20 ഫ്രാങ്ക് റിവാർഡ് പ്രതിഫലമായി നൽകുമെന്നും ഇതിനാൽ അറിയിക്കുന്നു. ഇതായിരുന്നു അനൗൺസ്മെന്റ്. Then the man went away and the peasants began to talk of this event. ആ അനൗൺസറായ വ്യക്തി അനൗൺസ്മെന്റും കഴിഞ്ഞ് എങ്ങോ കടന്നുപോയി. ശേഷം അവിടെ കൂടിയിരുന്ന പെസൻസ്, കർഷകർ, ഈ ഇവന്റിനെ കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും തുടങ്ങി. They discussed the chances of finding or not finding the pocket book. നഷ്ടപ്പെട്ട ആ പോക്കറ്റ് ബുക്ക് കിട്ടാനും കിട്ടാതിരിക്കാനും ഒക്കെയുള്ള സാധ്യതകളെ കുറിച്ചായിരുന്നു ചർച്ച. They were finishing their coffee when a chief of the gendarme appeared. ആ കർഷകർ അവിടെ സംസാരിച്ചും കോഫി കുടിച്ചുമൊക്കെ അവരുടെ ഭക്ഷണപാനീയങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഫ്രഞ്ച് പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ കയറി വന്നത്. ജോൻഡാം മീൻസ് ഫ്രഞ്ച് പോലീസ് ഫോഴ്സ്. ജോൻഡാം എന്ന പദം ഉച്ചരിക്കുന്നത് ശ്രദ്ധിക്കുക. ജോ എന്നാണ് ആദ്യത്തെ ശബ്ദം, അവസാനം വരുന്ന ES സൈലന്റ് ആയിരിക്കും. ജോൻഡാം, ഫ്രഞ്ച് പോലീസ് ഫോഴ്സ്. He inquired, "Is Mr. Hoshkong here?"
അദ്ദേഹം കടന്നു വന്ന് ചോദിച്ചു, മിസ്റ്റർ ഹോഷ്കോം എന്ന വ്യക്തി ഇവിടെയുണ്ടോ? ഹോഷ്കോം, സീറ്റഡ് അറ്റ് ദി അതർ എൻഡ് ഓഫ് ദി ടേബിൾ, റിപ്ലൈഡ്. അതേ റെസ്റ്റോറൻറ്റിൽ ഒരു ടേബിളിന്റെ അങ്ങേ തലക്കിൽ ഇരിപ്പുണ്ടായിരുന്ന ഹോഷ്കോം അവിടെ നിന്നും മറുപടി പറഞ്ഞു, ഹിയർ ഐ ആം. യെസ്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആൻഡ് ദി ഓഫീസർ റെസ്യൂംഡ്. ആ ഓഫീസർ ഇത് കേട്ട് റെസ്യൂംഡ്, അദ്ദേഹം കണ്ടിന്യൂഡ്, തുടർന്ന് പറഞ്ഞു, മിസ്റ്റർ ഹോഷ്കോം, വിൽ യു പ്ലീസ് അക്കമ്പനി മീ ടു ദി മേയേഴ്സ് ഓഫീസ്? താങ്കൾ എന്നോടൊപ്പം മേയറുടെ ഓഫീസ് വരെ ഒന്ന് വരാമോ? ദ മേയർ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു. മേയർക്ക് താങ്കളോട് സംസാരിക്കേണ്ടതുണ്ട്. ആ ഓഫീസർ പറഞ്ഞു. ദ പെസന്റ്, ഹോഷ്കോം എന്ന ആ കർഷകൻ, സർപ്രൈസ്ഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ്. അദ്ദേഹം വല്ലാത്ത ആശ്ചര്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം മാനസികമായി പ്രയാസത്തിലുമായി, ഡിസ്റ്റർബ്ഡ്, അസ്വസ്ഥത കൊണ്ട്. ഏതായാലും സെറ്റ് ഔട്ട്, റിപ്പീറ്റിംഗ് ഹിയർ ഐ ആം, ഹിയർ ഐ ആം, ഞാനിതാ വരുന്നു, ഞാനിവിടെ ഉണ്ട് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സെറ്റ് ഔട്ട്, റെസ്റ്റോറൻറ്റിൽ നിന്നും ആ ഓഫീസറോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ദ മേയർ വാസ് അവൈറ്റിംഗ് ഹിം സീറ്റഡ് ഓൺ ആൻ ആം ചെയർ. ഒരു ആം ചെയറിൽ ഇരുന്നു കൊണ്ട് മേയർ ഹോഷ്കോം വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഹി വാസ് എ സ്റ്റൗട്ട് സീരിയസ് മാൻ. നല്ല വണ്ണമുള്ള ഗൗരവമുള്ള ഒരു വ്യക്തിയായിരുന്നു മേയർ. ഹു സ്പോക്ക് ഇൻ പോംപസ് ഫ്രേസസ്. നല്ല ഗൗരവമുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതും. പോംപസ് ഹിയർ മീൻസ് സോളം ഓർ സീരിയസ്. ഗൗരവമുള്ള, ഗാംഭീര്യമുള്ള ഫ്രേസസ്, വേർഡ്സ്, വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ഹോഷ്കോം, സെഡ് ഹി, യു വർ സീൻ ദിസ് മോർണിംഗ് ടു പിക്ക് അപ്പ് ഓൺ ദ റോഡ് ദ ലോസ്റ്റ് പോക്കറ്റ് ബുക്ക്. ഇന്ന് രാവിലെ റോട്ടിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പോക്കറ്റ് ബുക്ക് കുനിഞ്ഞെടുക്കുന്നത് കണ്ടവരുണ്ട്. നിങ്ങൾ അത് എടുത്തിട്ടുണ്ട് എന്ന് കണ്ടവരുണ്ട്. സെഡ് ഹി, സെഡ് ദ മേയർ. മേയർ ഗൗരവത്തിൽ തന്നെ ഹോഷ്കോമിനെ നോക്കി പറഞ്ഞു. ദ കൺട്രിമാൻ വാസ് എസ്റ്റൗണ്ടഡ്. ആ ഗ്രാമീണനായ കർഷകൻ ആകെ അമ്പരന്ന് പോയി, ആശ്ചര്യപ്പെട്ടു പോയി. എസ്റ്റൗണ്ടഡ് മീൻസ് എസ്റ്റോണിഷ്ഡ്, ആശ്ചര്യപ്പെട്ടു. ബെവിൽഡേർഡ്, അമ്പരന്ന് പോയി, അല്പം ഭയപ്പെട്ടു പോയി. ഹി ലുക്ക്ഡ് അറ്റ് ദ മേയർ. അദ്ദേഹം ദയനീയമായി മേയറെ നോക്കി. ഹി വാസ് ടെറിഫൈഡ് ബൈ ദ സസ്പിഷൻ റെസ്റ്റിംഗ് ഓൺ ഹിം. മേയർക്ക് തൻ്റെ മേലുള്ള സംശയം കാരണം ആ കർഷകൻ ആകെ ടെറിഫൈഡ്, അല്പം ഭയപ്പെട്ടു പോയിരുന്നു. സസ്പിഷൻ, സംശയം. അദ്ദേഹം ചോദിച്ചു മേയറോട്, മീ 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 പിക്കപ്പ് ദ പോക്കറ്റ് ബുക്ക്. ഞാനാണോ പോക്കറ്റ് ബുക്ക് എടുത്തത്? ഞാൻ പോക്കറ്റ് ബുക്ക് എടുക്കുന്നത് കണ്ടു എന്നാണോ പറയുന്നത്? യെസ്, യു യുവർ സെൽഫ്. അതെ, നിങ്ങൾ തന്നെ ആ പോക്കറ്റ് ബുക്ക് നിങ്ങൾക്ക് റോഡിൽ നിന്ന് കിട്ടി, നിങ്ങൾ എടുക്കുന്നത് കണ്ടു. ഗൗരവത്തിൽ തന്നെ മേയർ പറഞ്ഞു. ഇത് കേട്ട് ആ കർഷകൻ ആണയിട്ട് സത്യം ചെയ്തു പറഞ്ഞു, വേർഡ് ഓഫ് ഓണർ. വേർഡ് ഓഫ് ഓണർ എന്നുള്ളത് ഒരു പ്രതിജ്ഞയോടെ പറയുന്നതാണ്. സത്യമായിട്ടും, ഓണസ്റ്റ്ലി മേക്കിംഗ് എ പ്രോമിസ്. നാം ഒരു സത്യം പറയുമ്പോൾ, ഞാൻ ഒരു പ്രതിജ്ഞ, ഒരു സത്യവാക്യം പറയുന്ന പോലെ, വേർഡ് ഓഫ് ഓണർ, സത്യമാണ് ഞാൻ പറയുന്നത്. ഐ നെവർ ഹേർഡ് ഓഫ് ഇറ്റ്. ഞാൻ ആ പോക്കറ്റ് ബുക്കിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല, ഞാൻ എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം സത്യം ചെയ്തു പറഞ്ഞു. ബട്ട് യു വർ സീൻ. പക്ഷെ നിങ്ങൾ അത് എടുക്കുന്നത് കണ്ടവരുണ്ട്, മേയർ പറഞ്ഞു. ഐ വാസ് സീൻ മീ. ഞാനത് എടുക്കുന്നത് കണ്ടുവെന്നോ? എന്നെ കണ്ടുവെന്നോ? ഹൂ സെസ് ഹി സോ മീ. ആരാണ് പറയുന്നത് ഞാനത് എടുത്തുവെന്ന്, എന്നെ കണ്ടുവെന്ന് ആരാണ് പറഞ്ഞത്? അയാൾ ചോദിച്ചു. മിസ്റ്റർ മാലന്റൈൻ, ദ ഹാർനസ് മേക്കർ. ഹാർനസ് മേക്കർ, കുതിരയുടെ കടിഞ്ഞാനൊക്കെ ഉണ്ടാക്കുന്ന മാലന്റൈൻ എന്നുള്ള വ്യക്തിയാണ് പറഞ്ഞത്, മേയർ പറഞ്ഞു. ദി ഓൾഡ് മാൻ റിമെമ്പേർഡ്, അണ്ടർസ്റ്റുഡ് ആൻഡ് ഫ്ലഷ്ഡ് വിത്ത് ആങ്കർ. ഇപ്പോഴാണ് ദി ഓൾഡ് മാൻ, ഹോഷ്കോം എന്നുള്ള വൃദ്ധനായ കർഷകൻ ഓർത്തത്. ഞാൻ നേരത്തെ കുനിഞ്ഞ് തറയിൽ നിന്ന് ഒരു കഷ്ണം കയറെടുക്കുന്നത് എൻ്റെ ശത്രുവായ മാലന്റൈൻ കണ്ടിരുന്നു. ഹി അണ്ടർസ്റ്റുഡ്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം ഓർത്തതും മനസ്സിലായതും. അയാൾ ശത്രുത തീർത്തതാണ്. ഞാൻ കയറ് കുനിഞ്ഞെടുക്കുന്നത് കണ്ടത് അദ്ദേഹം പോക്കറ്റ് ബുക്ക് ഞാൻ എടുത്തതായിട്ട് കളവ് പറഞ്ഞിരിക്കുന്നു. അത് ഓർത്തുകൊണ്ട് ഹി ഫ്ലഷ്ഡ് വിത്ത് ആങ്കർ. മാലന്റൈനോടുള്ള ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു തൊടുത്തു. ഹോ, ഹി സോ മീ. അതെ, അയാൾ കണ്ടുവല്ലേ. ഹി സോ മീ പിക്ക് അപ്പ് ദി സ്ട്രിങ് ഹിയർ, യുവർ ഓണർ. മേയർ യുവർ ഓണർ എന്നൊക്കെ വിളിച്ചുകൊണ്ട്, ഞാൻ കുനിഞ്ഞെടുത്തത് ഈ കയറായിരുന്നു, യുവർ ഓണർ. അതും പറഞ്ഞുകൊണ്ട്, ആൻഡ് റെമിജിങ് ഹിസ് പോക്കറ്റ്.
അദ്ദേഹത്തിന്റെ പാൻസിന്റെ പോക്കറ്റിൽ പരതിക്കൊണ്ട് സെർച്ചിങ് ഹേസ്റ്റലി തിടുക്കത്തിൽ തിരയുന്നതിനാണ് പരതുന്നതിനാണ് റിമിജ് എന്ന് പറയുക. റമിജിങ് ഹിസ് പോക്കറ്റ്, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ പരതിക്കൊണ്ട് ഹി ഡ്രൂ ഔട്ട് ദ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്, ആ ഒരു ചെറിയ കഷ്ണം കയർ അദ്ദേഹം പുറത്തേക്ക് വലിച്ചെടുത്തു. ബട്ട് ദ മേയർ ഇൻക്രെഡുലസ് ഷുക്ക് ഹിസ് ഹെഡ്, അത് കണ്ടുകൊണ്ട് വിശ്വസിക്കാൻ കഴിയാതെ, ഇൻക്രെഡുലസ് അൺആബിൾ ടു ബിലീവ്, വിശ്വാസം വരാതെ നിരസിച്ചുകൊണ്ട് മേയർ തലയാട്ടി. "യു വിൽ നോട്ട് മേക്ക് മീ ബിലീവ് മിസ്റ്റർ ഹോഷ്കോം," മേയർ ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങി. "മിസ്റ്റർ ഹോഷ്കോം, താങ്കൾക്ക് എന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കാനാകില്ല. ദാറ്റ് മിസ്റ്റർ മാലന്റൈൻ, ഹു ഇസ് എ മാൻ വർത്തി ഓഫ് ക്രെഡൻസ്," മാലന്റൈൻ എന്ന വ്യക്തി അല്പം വിശ്വാസ്യതയുള്ള ആളാണ്. അദ്ദേഹം മിസ്റ്റേക്ക് ദിസ് കോട്ട് ഫോർ എ പോക്കറ്റ് ബുക്ക്. താങ്കൾ ഉയർത്തി കാണിക്കുന്ന ഈ കയറാണോ അയാൾ പോക്കറ്റ് ബുക്കാണെന്ന് തെറ്റിദ്ധരിച്ചത്? താങ്കൾ ഈ കയറെടുക്കുന്നത് കണ്ടാണോ അയാൾ പോക്കറ്റ് ബുക്കാണെന്ന് തെറ്റിദ്ധരിച്ച് പറയുകയാണെന്നാണോ നിങ്ങൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മേയർ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. മാലന്റൈൻ, എ മാൻ വർത്തി ഓഫ് ക്രെഡൻസ്, വിശ്വാസ്യതയുള്ള വ്യക്തിയാണ് എന്നാണ് മേയർ പറയുന്നത്. ക്രെഡൻസ്, ട്രസ്റ്റ്, വിശ്വാസ്യത. മാത്രവുമല്ല, ആഫ്റ്റർ പിക്കിംഗ് അപ്പ് ദി ഓബ്ജക്റ്റ്, ആ പോക്കറ്റ് ബുക്ക്, ആ വസ്തു താങ്കൾ തറയിൽ നിന്നും എടുത്തതിന് ശേഷം, യു സ്റ്റുഡ് ദർ, താങ്കൾ അവിടെ തന്നെ നിന്നോ, ലുക്കിംഗ് എ ലോങ് വൈൽ ഇൻ ദ മഡ്, അവിടെ തറയിലെ മണ്ണിലേക്ക്, ചെളിയിലേക്ക് നോക്കിക്കൊണ്ട്, ടു സീ ഇഫ് എനി പീസ് ഓഫ് മണി ഹാഡ് ഫാളൻ ഔട്ട്, ആ പോക്കറ്റ് ബുക്കിൽ നിന്നും പണം എന്തെങ്കിലും അവിടെ താഴെ വീണു പോയിട്ടുണ്ടോ എന്നൊക്കെ തെരഞ്ഞുകൊണ്ട് നിങ്ങൾ ഏറെ നേരം അവിടെ നിൽക്കുകയും ചെയ്തു എന്നൊക്കെ മേയർ പറഞ്ഞു. ഇപ്പോഴാണ് ഹോഷ്കോമിന് കുറച്ചും കൂടെ കാര്യം വ്യക്തമായത്. അദ്ദേഹം ആ കയറെടുത്ത്, മാലന്റൈൻ അത് കണ്ടപ്പോൾ നാണം കൊണ്ട് അല്പനേരം അഭിനയിച്ചു കൊണ്ടൊക്കെ അവിടെ എന്തോ തിരയുന്ന പോലെ നിന്നിരുന്നു. അതിപ്പോൾ പണം തിരയുകയായിരുന്നു എന്നൊക്കെ വാക്ക് മാറ്റി പറഞ്ഞ് അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കുന്നു എന്ന് ഹോഷ്കോം മനസ്സിലാക്കി. ദ ഗുഡ് ഓൾഡ് മാൻ ചോക്ഡ് വിത്ത് ഇൻഡിഗ്നേഷൻ ആൻഡ് ഫിയർ. ഇതെല്ലാം ഓർത്ത് ആ വൃദ്ധനായ ഹോഷ്കോം എന്ന കർഷകൻ ദേഷ്യം കൊണ്ടും, മേയർ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ഞാൻ കള്ളനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഭയം കൊണ്ടും അദ്ദേഹത്തിന് ശ്വാസം പോലും എടുക്കാനായില്ല. ഇൻഡിഗ്നേഷൻ മീൻസ് ആങ്കർ, ദേഷ്യം. ചോക്ഡ്, അൺആബിൾ ടു ബ്രീത്ത്, ആ ദേഷ്യം കൊണ്ടും, ആൻഡ് ഫിയർ, ഭയം കൊണ്ടും അദ്ദേഹത്തിന് ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഹൗ ക്യാൻ എനിവൺ ടെൽ സച്ച് ലൈസ് ടു ടേക്ക് അവേ ആൻ ഓണസ്റ്റ് മാൻസ് റെപ്യൂട്ടേഷൻ? സത്യസന്ധനായ ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിന്റെ മാന്യത, അത് തകർക്കാൻ ഈ തരത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് കള്ളം പറയാൻ കഴിയുക എന്നും അദ്ദേഹം ആലോചിച്ചു പോയി. ഹോഷ്കോം മനസ്സിൽ ചിന്തിച്ചു, ആശ്ചര്യപ്പെട്ടു. There was no use in his protesting. താൻ എതിർത്ത് പറഞ്ഞിട്ടും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുമൊന്നും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. Nobody believed him. ആരും ഹോഷ്കോമിനെ വിശ്വസിച്ചില്ല. He was confronted with Malentine. വീണ്ടും നിർബന്ധിച്ച് അദ്ദേഹത്തെ മലന്റൈനെ കണ്ടുമുട്ടാൻ നിർബന്ധിതനാക്കി. ബ്രോഡ് ഫേസ് ടു ഫേസ്, അവർ മുഖാമുഖം ഒരുമിച്ച് കൊണ്ടുവന്നു. Who repeated and maintained his affirmation. വാലന്റൈൻ താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹം ആവർത്തിച്ച് ഹോഷ്കോം എടുക്കുന്നത് കണ്ടു എന്നൊക്കെ അദ്ദേഹം ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ അഫർമേഷൻ ഉറപ്പിച്ച് പറഞ്ഞു. At his own request, ഹോഷ്കോം വാസ് സെർച്ച്ഡ്. അങ്ങനെ ഹോഷ്കോം ആവശ്യപ്പെട്ടത് പ്രകാരം ഹോഷ്കോമിനെ സെർച്ച് ചെയ്തു. ശരീരം, അദ്ദേഹത്തിന്റെ വസ്ത്രം ഒക്കെ പരിശോധിക്കപ്പെട്ടു. എന്നാൽ നത്തിങ് വാസ് ഫൗണ്ട് ഓൺ ഹിം. അദ്ദേഹത്തിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല. ഫൈനലി ദ മേയർ, വെരി മച്ച് പെർപ്ലെക്സ്ഡ്, ഡിസ്ചാർജ്ഡ് ഹിം. ആകെ കൺഫ്യൂഷൻ ആയിക്കൊണ്ട്, ആകെ അസ്വസ്ഥനായിക്കൊണ്ട് മേയർ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു, പറഞ്ഞയച്ചു. ആസ് ഹി ലെഫ്റ്റ് ദ മേയേഴ്സ് ഓഫീസ്, അങ്ങനെ അവസാനം ഹോഷ്കോം മേയറുടെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ, ദി ഓൾഡ് മാൻ വാസ് സറൗണ്ടഡ് ആൻഡ് ക്വസ്റ്റ്യൻഡ് ബൈ ദ വില്ലേജസ്. ഗ്രാമീണരാകെ അദ്ദേഹത്തെ വളഞ്ഞ് ചോദ്യം ചെയ്തു. He began to tell the story of the string. ആ കയറെടുത്ത കഥ അദ്ദേഹം എല്ലാവരോടും വിശദീകരിച്ചു. No one believed him. പക്ഷെ ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. They laughed at him. പകരം എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ചെയ്തത്. He went along stopping his friends. തന്റെ പരിചയക്കാരെ, സുഹൃത്തുക്കളെ ഒക്കെ തടഞ്ഞു നിർത്തി അദ്ദേഹം തന്റെ വിശദീകരണം തുടർന്നു. Showing his pockets turned inside out to prove that he had nothing.
തൻ്റെ ഡ്രസ്സിൻ്റെ പോക്കറ്റൊക്കെ അതിൻ്റെ അകഭാഗം പുറത്തേക്ക് എടുത്ത് കാണിച്ചുകൊണ്ട് അതിലൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്നൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടൊക്കെ അദ്ദേഹം തൻ്റെ നിഷ്കളങ്കത, നിരപരാധിത്വം സുഹൃത്തുക്കളോടൊക്കെ വിശദീകരിക്കാൻ തുടങ്ങി. They said, ഇതെല്ലാം കേട്ടിട്ടും അവർ പറഞ്ഞു, ഓൾഡ് റാസ്കൽ ഗെറ്റ് ഔട്ട്, നീ തെമ്മാടിയാണ്, കടന്നു പോകൂ എന്നാണ് അവർക്ക് പറഞ്ഞത്. എല്ലാവരും അദ്ദേഹത്തെ തെമ്മാടിയാക്കി, കള്ളനാക്കി. The next day about 1 o'clock in the afternoon, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 1 മണിയായപ്പോൾ an employee in a shop returned the pocket book. ഒരു കടയിലുള്ള തൊഴിലാളി ആ പോക്കറ്റ് ബുക്ക് കണ്ടെത്തി അത് കടയിൽ തിരിച്ചേൽപ്പിച്ചു. The man claimed to have found the object in the road. അദ്ദേഹം ഇത് റോഡിൽ കണ്ടതാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന് റോഡിൽ നിന്ന് കിട്ടിയതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം അത് കടയിൽ ഏൽപ്പിച്ചത്. നോട്ട് നോയിങ് ഹൗ ടു റീഡ്, ആ പോക്കറ്റ് ബുക്കും അതിലെ പേരും മറ്റു കാര്യങ്ങളൊന്നും വായിക്കാൻ അറിയാത്തതിനാൽ ഹി ഹാഡ് ഗിവൺ ഇറ്റ് ടു ഹിസ് എംപ്ലോയർ. ആ കടയുടെ മുതലാളിയെ, ആ തൊഴിലാളി അദ്ദേഹത്തിന്റെ എംപ്ലോയറെ, മുതലാളിയെ അത് ഏൽപ്പിക്കുകയായിരുന്നു. ദ ന്യൂസ് സ്പ്രെഡ് ത്രൂ ദ നൈബർഹുഡ്. ഈ വാർത്ത പരിസരത്താകെ പടർന്നു. ഹോഷ്കോം വാസ് ഇൻഫോംഡ് ഓഫ് ഇറ്റ്. ഹോഷ്കോമിനെയും ആളുകൾ ഈ വാർത്ത അറിയിച്ചു. ഹി ഇമ്മീഡിയറ്റ്ലി ബിഗാൻ ടു റീകൗണ്ട് ഹിസ് സ്റ്റോറി. അദ്ദേഹം തന്റെ കഥ വീണ്ടും എല്ലാവരോടും പറയാൻ തുടങ്ങി. വിത്ത് ഇറ്റ്സ് ഹാപ്പി ക്ലൈമാക്സ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പറയാൻ ഒരു ഹാപ്പി ക്ലൈമാക്സ് ഉണ്ട്. സന്തോഷപ്രദമായ ഒരു ക്ലൈമാക്സോട് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം തന്റെ കഥ പറയുന്നത്. ഹി വാസ് ഇൻ ട്രയംഫ്. കാരണം അദ്ദേഹമാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വിജയത്തിന്റെ കഥയാണ് പറയാനുള്ളത്. ട്രയംഫ്, വിക്ടറി. ഹി ടോക്ഡ് ഓഫ് ഹിസ് അഡ്വഞ്ചർ ഓൾ ഡേ ലോങ്. അദ്ദേഹം ദിനം മുഴുവനും അദ്ദേഹത്തിന്റെ സാഹസികമായ ഈ കഥ പറഞ്ഞു നടന്നു. താൻ നേരിട്ട പ്രയാസങ്ങളും തന്നെ സംശയിച്ചതും പിന്നീട് സത്യം തെളിഞ്ഞതും ഇപ്പോൾ താൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞതും വിജയിച്ചതുമൊക്കെ ഒരു അഡ്വഞ്ചർ സ്റ്റോറി പോലെ അദ്ദേഹം എല്ലാവരോടും എല്ലായ്പ്പോഴും പറഞ്ഞു നടന്നു. ഹി ടോൾഡ് ഇറ്റ് ഓൺ ദ ഹൈവേ ടു പീപ്പിൾ ഹു വർ പാസിംഗ് ബൈ. ഹൈവേയിലൂടെ കടന്നു പോകുന്ന ആളുകളെയൊക്കെ നിർത്തി അദ്ദേഹം ഈ കഥ പറയാൻ തുടങ്ങി. ഇൻ ദ വൈൻ ഷോപ്പ് ടു പീപ്പിൾ ഹു വർ ഡ്രിങ്കിങ്. വൈൻ ഷോപ്പിലും ആളുകൾ മദ്യപിക്കാനോ കുടിക്കാനോ വരുന്ന ആളുകളോടൊക്കെ അദ്ദേഹം ഈ കഥ പറഞ്ഞു. ആൻഡ് ടു പേഴ്സൺസ് കമ്മിങ് ഔട്ട് ഓഫ് ചർച്ച് ദ ഫോളോയിങ് സൺഡേ. ഈ സത്യം വന്നതിന് ശേഷം തുടർന്ന് വന്ന ഒരു സൺഡേയിൽ അദ്ദേഹം ചേർച്ചിൽ പോയി പള്ളിയിൽ നിന്നും ഇറങ്ങി വരുന്ന ആളുകളോടൊക്കെ അദ്ദേഹത്തിന്റെ ഈ ട്രയംഫ് വിക്ടറി സ്റ്റോറി അദ്ദേഹം പറഞ്ഞു. ഹി സ്റ്റോപ്പ് സ്ട്രേഞ്ചേഴ്സ് ടു ടെൽ ദം അബൌട്ട് ഇറ്റ്. അപരിചിതരെ പോലും അദ്ദേഹം തടഞ്ഞു നിർത്തി അവരോടൊക്കെ തന്റെ സന്തോഷപ്രദമായ വിജയത്തിന്റെ കഥ പറഞ്ഞു. ഹി വാസ് കാം നൗ. ഹോഷ്കോം ഇപ്പോൾ ശാന്തനായിരുന്നു. ആൻഡ് യെറ്റ് സംതിങ് ഡിസ്റ്റർബ്ഡ് ഹിം. എന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. പീപ്പിൾ ഹാഡ് ദി എയർ ഓഫ് ജോക്കിംഗ് വൈൽ ദേ ലിസൺഡ്. ഇദ്ദേഹം സത്യത്തിന്റെ നിഷ്കളങ്കതയുടെ അദ്ദേഹത്തിന്റെ അവസ്ഥയുടെ കഥയൊക്കെ വിശദീകരിച്ച് പറയുമ്പോഴും കേൾവിക്കാരിൽ ഒരു എയർ ഓഫ് ജോക്കിംഗ്, ഒരു കളിയാക്കുന്ന ഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ദേ ഡിഡ് നോട്ട് സീം കൺവിൻസ്ഡ്. അവർക്കാർക്കും ഇദ്ദേഹം പറയുന്നത് വിശ്വാസം വരാത്ത പോലെയായിരുന്നു. He seemed to feel that remarks were being made behind his back. അദ്ദേഹം പോയി കഴിഞ്ഞാൽ, ഹോഷ്കോമിന്റെ അഭാവത്തിൽ, ബിഹൈൻഡ് ഹിസ് ബാക്ക് മീൻസ് ഇൻ ഹിസ് ആബ്സെൻസ്. അദ്ദേഹം പോയി കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് റിമാർക്സ്, പരിഹാസത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട് എന്ന് ഹോഷ്കോമിന് തോന്നിയിരുന്നു. The next Tuesday he went to the market at Goderville. ഏതായാലും തുടർന്ന് വന്ന ഒരു ട്യൂസ്ഡേ, ചൊവ്വാഴ്ച, അദ്ദേഹം പതിവ് പോലെ ഗോഡർവിൽ മാർക്കറ്റിലേക്ക് പോയി. ജസ്റ്റ് ടു ഡിസ്കസ് ദ കേസ്. തൻ്റെ ഈ കഥ അവിടെ ചെന്ന ആളുകളോട് ചർച്ച ചെയ്യുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം വീണ്ടും ആ മാർക്കറ്റിലേക്ക് പോയത്. മാലൻറ്റൈൻ സ്റ്റാൻഡിങ് അറ്റ് ഹിസ് ഡോർ ബിഗാൻ ടു ലാഫ് ഓൺ സീയിങ് ഹിം പാസ്. ഹോഷ്കോം കടന്നു പോകുന്നത് കണ്ട് പതിവ് പോലെ മാലൻറ്റൈൻ തൻ്റെ ആ വാതിൽപ്പടിയിൽ നിന്ന് അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിച്ചു. When he was seated at the table in the tavern, ഹോഷ്കോം അവിടെ ടാവേണിൽ, ആ റെസ്റ്റോറൻറ്റിൽ ചെന്ന് തൻ്റെ സീറ്റിൽ ഇരുന്നപ്പോൾ, he began to explain the affair. തൻ്റെ നിഷ്കളങ്കതയുടെ കഥ, താൻ ആക്കപ്പെട്ടതും പിന്നീട് ആ നഷ്ടപ്പെട്ട പോക്കറ്റ് ബുക്ക് തിരിച്ചു കിട്ടിയതും തൻ്റെ എല്ലാ കഥകളും അവിടെ ഇരുന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു. A horse dealer called out to him, Come, old fellow, that's an old trick. I know all about your piece of string. ഇതെല്ലാം കേട്ട്
ഒരു ഹോഴ്സ് ഡീലർ, ഒരു കുതിര കച്ചവടക്കാരൻ ഉറക്കെ ഹോഷ്മാനെ വിളിച്ചു. കം കം ഓൾഡ് ഫെലോ, വൃദ്ധനായ മനുഷ്യ, ഇങ്ങോട്ട് വാ. ദാറ്റ്സ് ആൻ ഓൾഡ് ട്രിക്ക്. നീ പറയാൻ പോകുന്നത് ഒരു പഴഞ്ചൻ ട്രിക്കാണേ. ഐ നോ ഓൾ അബൌട്ട് യുവർ പീസ് ഓഫ് സ്ട്രിങ്. നിന്റെ ഒരു കഷ്ണം കയറിന്റെ കഥയൊക്കെ എനിക്കറിയാം. നീ ഞങ്ങളെയൊന്നും പറഞ്ഞു പറ്റിക്കണ്ട എന്ന രൂപത്തിൽ പുച്ഛത്തിൽ ദേഷ്യത്തോടു കൂടി ഒരു ഹോഴ്സ് ഡീലർ പറഞ്ഞു. ഇത് കേട്ട് വിഷമത്തോടു കൂടി ഹോഷ്കോം സ്റ്റാമേർഡ്, വിക്കി വിക്കി പറഞ്ഞു. അദ്ദേഹത്തിന് വാക്കുകൾ വരുന്നില്ല. സ്റ്റാമേർഡ് മീൻസ് ടോക്ഡ് വിത്ത് ഡിഫിക്കൽട്ടി. പ്രയാസത്തോടു കൂടി അദ്ദേഹം പറയാൻ തുടങ്ങി. ബട്ട് സിൻസ് ദ പോക്കറ്റ് ബുക്ക് വാസ് ഫൗണ്ട്, എന്നാൽ നഷ്ടപ്പെട്ട പോക്കറ്റ് ബുക്ക് വേറെ ആളെ കയ്യിൽ കിട്ടിയില്ലേ, ഞാനല്ലല്ലോ എടുത്തത് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിച്ചു, വളരെ പ്രയാസത്തോടു കൂടി. ഇത് കേട്ട് ദി അതർ മാൻ റിപ്ലൈഡ്, ആ ഹോഴ്സ് ഡീലർ വീണ്ടും മറുപടി പറഞ്ഞു. ഷട്ട് അപ്പ്, ദർ ഇസ് വൺ ദാറ്റ് ഫൈൻഡ്സ് ആൻഡ് ദർ ഇസ് വൺ ദാറ്റ് റിപ്പോർട്ട്സ്. നീ പറഞ്ഞു വരുന്ന നിന്റെ ഈ കഥയുണ്ടല്ലോ, ഒരാൾ കണ്ടെത്തുന്നു, നഷ്ടപ്പെട്ട പോക്കറ്റ് ബുക്ക് ഒരാൾ കണ്ടെത്തുന്നു, ആൻഡ് ദർ ഇസ് വൺ ദാറ്റ് റിപ്പോർട്ട്സ്, പിന്നീട് അതിനെക്കുറിച്ച് ഒരാൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അറ്റ് എനി റേറ്റ് യു ആർ മിക്സ്ഡ് വിത്ത് ഇറ്റ്. എന്തൊക്കെ പറഞ്ഞാലും താങ്കൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. ആ പോക്കറ്റ് ബുക്കുമായി താങ്കൾക്ക് ബന്ധമുണ്ട്, അത് താങ്കൾ തന്നെ എടുത്തതാണ്, എന്നിട്ട് മറ്റൊരാളെ ഏൽപ്പിച്ചതാണ് എന്നൊക്കെ ദേഷ്യത്തോടു കൂടി ആ ഹോഴ്സ് ഡീലർ പറഞ്ഞു. ദ പെസന്റ് സ്റ്റുഡ് ചോക്കിംഗ്. ആ വൃദ്ധനായ കർഷകൻ വല്ലാത്ത മാനസിക പ്രയാസത്തിലായി. തന്നിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഈ കുറ്റം അദ്ദേഹത്തിൽ വല്ലാത്ത സങ്കടവും ദേഷ്യവും ഉണ്ടാക്കി. അദ്ദേഹത്തിന് സംസാരിക്കാനോ വേണ്ട വിധം ശ്വാസമെടുക്കാനോ പോലും പ്രയാസം തോന്നിയ പോലെയായി. ഹി അണ്ടർസ്റ്റുഡ്. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി. ദേ അക്യൂസ്ഡ് ഹിം ഓഫ് ഹാവിംഗ് ദ പോക്കറ്റ് ബുക്ക് റിട്ടേൺഡ് ബൈ ആൻ അക്കംപ്ലിസ്. ഇവരിപ്പോൾ ആരോപിക്കുന്നത് താൻ പോക്കറ്റ് ബുക്ക് എടുത്തെന്നും അത് തന്റെ ഒരു സഹായിയുടെ കൈവശം തിരിച്ചേൽപ്പിച്ചു എന്നുമാണ്. അക്കംപ്ലിസ്, ഹെൽപ്പർ ഇൻ എ ക്രൈം, ഒരു കുറ്റവാളിയുടെ സഹായി. ഒരു കുറ്റത്തിൽ തന്നോടൊപ്പം പങ്കാളിയായ ഒരു സഹായിയുടെ കൈവശം താൻ മോഷ്ടിച്ചെടുത്ത അല്ലെങ്കിൽ താൻ എടുത്ത ആ പോക്കറ്റ് ബുക്ക് തിരിച്ചേൽപ്പിച്ചു എന്നുമൊക്കെയാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത് എന്നും അദ്ദേഹം മനസ്സിലാക്കി. ഹി ട്രൈ ടു പ്രൊട്ടസ്റ്റ്. എല്ലാ വാദഗതികളെയും എതിർക്കാൻ, അതിനെയൊക്കെ എതിർത്ത് സംസാരിക്കാൻ അദ്ദേഹം ശ്രമം നടത്തി. എന്നാൽ ഓൾ ദ ടേബിൾ ബിഗാൻ ടു ലാഫ്. അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിരുന്ന ആ ടാവേണിലെ ടേബിളിന് ചുറ്റും ഇരുന്നവർ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ചെയ്തത്. He could not finish his dinner. അദ്ദേഹത്തിന് തന്റെ ഭക്ഷണം പോലും പൂർത്തീകരിച്ച് കഴിക്കാനായില്ല. And went away in the midst of jeers. അവസാനം അദ്ദേഹം റെസ്റ്റോറന്റ് വിട്ട് ഇറങ്ങിപ്പോയി. In the midst of jeers. Jeers means mocking remarks. തന്നെ പരിഹസിക്കുന്ന വാക്കുകൾ. ആ പരിഹാസ വാക്കുകൾ കേട്ട് അതിനിടയിൽ അദ്ദേഹം വിഷമത്തോടുകൂടി ഇറങ്ങിപ്പോയി. He went home ashamed and indignant. ആകെ നാണം കെട്ട് വല്ലാത്ത ദേഷ്യത്തിലാണ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയത്. ചോക്കിംഗ് വിത്ത് ആങ്കർ ആൻഡ് കൺഫ്യൂഷൻ. അദ്ദേഹത്തിന് സമൂഹത്തോടും അദ്ദേഹത്തെ പരിഹസിക്കുന്നവരോടുമൊക്കെ വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. ആൻഡ് കൺഫ്യൂഷൻ, വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലുമായി. ഹിസ് ഇന്നസെൻസ് വാസ് ഇമ്പോസിബിൾ ടു പ്രൂവ്. തൻ്റെ നിഷ്കളങ്കത തെളിയിക്കാൻ അദ്ദേഹത്തിനാകുന്നില്ല. ആൻഡ് ഹി വാസ് സ്ട്രിക്കൺ ടു ദ ഹാർട്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയായി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടി. ബൈ ദി ഇൻജസ്റ്റിസ് ഓഫ് ദ സസ്പിഷൻ. ഈ സംശയത്തിന്റെ അനീതി അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. എല്ലാവരും അദ്ദേഹത്തെ സംശയിക്കുന്നു. അദ്ദേഹത്തിന്റെ സത്യസന്ധത, നിഷ്കളങ്കത ആരും വിശ്വസിക്കുന്നില്ല. ഇത് വല്ലാത്തൊരു ഇൻജസ്റ്റിസ് ആണ്. ആ ഇൻജസ്റ്റിസ് അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്ട്രിക്കൺ, വല്ലാതെ അഫക്റ്റ് ചെയ്തു, വേദനിപ്പിച്ചു. Then he began to recount the adventure again. വീണ്ടും അദ്ദേഹത്തിന്റെ കഥ അദ്ദേഹം എല്ലാവരോടും വിശദമായി പറയാൻ ശ്രമം നടത്തി. പ്രൊലോങ്ങിങ് ഹിസ് ഹിസ്റ്ററി എവരി ഡേ. ഓരോ ദിവസവും ദീർഘമായിട്ട് തൻ്റെ കഥയുടെ വിശദീകരണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോരുത്തർക്കും തൻ്റെ സത്യസന്ധതയുടെ കഥ അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. ഈച്ച് ടൈം ഹി ആഡഡ് ന്യൂ റീസൺസ്. ഓരോ പ്രാവശ്യവും അദ്ദേഹം പുതിയ പുതിയ കാരണങ്ങൾ വിശദീകരിച്ചു. താൻ നിഷ്കളങ്കനാണ്, ആ പോക്കറ്റ് ബുക്ക് തിരിച്ചു കിട്ടി, എനിക്കതിൽ പങ്കില്ല എന്നൊക്കെ പുതിയ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു. മോർ എനർജറ്റിക് പ്രൊട്ടസ്റ്റേഷൻസ്. വളരെ ശക്തമായ എതിർപ്പുകൾ. മറ്റുള്ളവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമ്പോൾ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് ശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. മോർ സോളം ഓത്സ്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ഓത്സ്, പ്രതിജ്ഞകൾ. ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് സത്യം ചെയ്തും അദ്ദേഹം എല്ലാവരുടെ മുമ്പിലും തൻ്റെ നിഷ്കളങ്കതയുടെ കഥ വിശദീകരിക്കാൻ ഓരോ ദിവസവും അദ്ദേഹം ശ്രമിച്ചു. Those are lying excuses, they said behind his back. എന്നാൽ അദ്ദേഹം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കേൾവിക്കാരൊക്കെ
അദ്ദേഹത്തെക്കുറിച്ച് പറയും, അദ്ദേഹം പറയുന്നതൊക്കെ കളവാണെന്ന്. The people now made him talk about the string to amuse him. The people now made him talk about the string to amuse them. അദ്ദേഹത്തെ കാണുന്ന ജനങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തോട് ആ കയറിന്റെ കഥ നിർബന്ധിച്ച് പറയിപ്പിക്കും, അവർക്ക് രസിക്കാൻ വേണ്ടി. To amuse them, to entertain them. His mind, touched to the depths, began to weaken. ഇത്തരത്തിലുള്ള പരിഹാസമെല്ലാം കൊണ്ടും അദ്ദേഹത്തിന്റെ മനസ്സ് അഗാധമായി വേദനിച്ചിരുന്നു. ആ ഹൃദയം began to weaken. അദ്ദേഹം ശാരീരികമായും മാനസികമായും തളർന്നുപോയി. Towards the end of December, അങ്ങനെ ഡിസംബർ മാസം അവസാനമായപ്പോഴേക്കും he took to his bed. അദ്ദേഹം രോഗശയ്യയിലുമായി. He died in the first days of January. തുടർന്ന് വന്ന ജനുവരി മാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. And in the delirium of his death struggles, he kept claiming his innocence. എന്നാൽ ആ അന്ത്യനിമിഷങ്ങളിലും തന്റെ മരണവെപ്രാളത്തിൽ പോലും അദ്ദേഹം തന്റെ നിഷ്കളങ്കതയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. റീറ്ററേറ്റിംഗ്, ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട്. ഡെലീറിയം മീൻസ് ഡിസ്റ്റർബ്ഡ് മെന്റൽ സ്റ്റേറ്റ്, വളരെയും അസ്വസ്ഥമായിട്ടുള്ള മാനസികാവസ്ഥ അഥവാ മരണവെപ്രാളം, വിഭ്രാന്തി എന്നൊക്കർത്ഥം. റീറ്ററേറ്റിംഗ്, ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടാണ് അദ്ദേഹം തന്റെ നിഷ്കളങ്കതയെ ഉയർത്തിപ്പിടിക്കാൻ ആ അന്ത്യനിമിഷത്തിലും മരണവെപ്രാളത്തിൽ പോലും ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞത്, എ പീസ് ഓഫ് സ്ട്രിങ്, എ പീസ് ഓഫ് സ്ട്രിങ്, ലുക്ക് ഹിയർ ഇറ്റ് ഈസ്, യുവർ ഓണർ ദ മേയർ. മേയർ, അവിടുന്ന് ഇതൊന്ന് നോക്കൂ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, അത് വെറുമൊരു കഷ്ണം കയർ മാത്രമായിരുന്നു, ഒരു കഷ്ണം കയർ മാത്രമായിരുന്നു എന്ന് ഉരുവിട്ടുകൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയത്. ആ ഒരു കുറ്റാരോപണം അദ്ദേഹത്തെ എത്രമാത്രം മാനസികമായി തളർത്തിയിരുന്നു, വിഷമിപ്പിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഈ അന്ത്യനിമിഷങ്ങളിലെ വാക്കുകൾ വ്യക്തമാക്കി തരുന്നു. ഇത്രയുമാണ് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന ഗീഡെ മോപ്പസാങ്ങിന്റെ ഹൃദയസ്പർശിയായ കഥയുടെ വിശദീകരണം. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ സ്റ്റോറി യഥാവിധി മനസ്സിലാക്കാൻ സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് edu വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.